ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനം മയപ്പെടുത്തി CPM ജമാഅത്തെ ഇസ്ലാമിയോ മുസ്ലിം സംഘടനകളെയോ പ്രത്യേകം ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ശ്രമിക്കുന്നില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. RSSും ഹിന്ദുത്വ വർഗീയ ശക്തികളുമാണ് മതനിരപേക്ഷതയ്ക്ക് വലിയ ഭീഷണിയെന്നും എളമരം കരീം. ജമാഅത്തെ ഇസ്ലാമിയെയോ മുസ്ലിം തീവ്രവാദ സംഘടനകളെയോ പ്രത്യേകമായി ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഭീഷണി ജമാഅത്തെ ഇസ്ലാമിയാണെന്ന തോന്നൽ ഞങ്ങൾക്കാർക്കുമില്ല. അതിന് മാത്രമുള്ള കേൾപ്പൊന്നും അവർക്കില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും മതനിരപേക്ഷതയ്ക്കും ഐക്യത്തിനും വലിയ ഭീഷണി ഉയർത്തുന്ന ശക്തി RSSും ഹിന്ദു വർഗീയ ശക്തികളുമാണ്. അനൽക സേദേവിയുടെ വിവരങ്ങൾ നൽകാൻ. അനൽക, ഈ നിലപാട് മയപ്പെടുത്തൽ അത് ഏത് സാഹചര്യത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്? വിശദാംശങ്ങൾ പറയും. അരുണ്, കോഴിക്കോട് മുക്കത്ത് CPM തിരുവമ്പാടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വെച്ചായിരുന്നു CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടി ആയിട്ടുള്ള എളമരം കരീമിന്റെ ഈ വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പരാമർശം, അതായത് ജമാഅത്തെ ഇസ്ലാമിയെയോ മറ്റ് മുസ്ലിം സംഘടനകളെയോ പ്രത്യേകം ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ CPM ശ്രമിക്കുന്നില്ല. നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ RSSും അതോടൊപ്പം തന്നെ ഹിന്ദുത്വ വർഗീയ ശക്തികളുമാണ് മതനിരപേക്ഷതയ്ക്ക് വലിയ വെല്ലുവിളി. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീഷണി ജമാഅത്തെ ഇസ്ലാമിയുടെ എന്ന അഭിപ്രായം തങ്ങൾക്കില്ലെന്നും എളമരം കരീം വെച്ചു പുലർത്തുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ അതിന് തെരഞ്ഞെടുപ്പ് മുമ്പ് ശേഷം ഒക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPMന്റെ പ്രധാനപ്പെട്ട CPM നേതാക്കളെ ഗോവിന്ദമാഷ് ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ CPMന്റെ വയനാട് ജില്ലാ സമ്മേളനം ബന്ധപ്പെട്ട് CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായിട്ടുള്ള വിജയരാഘവൻ ഉൾപ്പെടെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിന് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മയപ്പെടുത്തൽ CPM നടത്തിയിരിക്കുന്നത്. CPMനെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ പൊതുയോഗം നടന്ന സ്ഥലം എന്ന് പറയുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പൊതുയോഗം ഈ മുക്കത്ത് വെച്ച് ചേരുകയുണ്ടായി. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇതിന് മറുപടിയായിട്ടായിരിക്കും CPM ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് മുന്നോടിയായി ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാനായിരിക്കും CPM ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വെച്ചത് എന്നാണ് അവിടെയുള്ള അല്ലെങ്കിൽ ഈ പൊതുവെ വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനം മയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു പരാമർശത്തിലൂടെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള എളമരം കരീമിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതായത് ഇതിൽ ഏറ്റവും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയോ മറ്റ് മുസ്ലിം സംഘടനകളെയോ പ്രത്യേകം ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ശ്രമിക്കുന്നില്ലെന്ന ഈ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റെ ഈ ഒരു പരാമർശം വരും ദിവസങ്ങളിൽ CPM കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. അരുണ്യ, തീർച്ചയായും വിവരങ്ങൾ നൽകുകയായിരുന്നു അനൽക സേദേവി.